സ്വാതി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് MBBSകാർക്ക് പൊതുവേ അങ്ങനെ ലീവ് ഒന്നും കിട്ടാറില്ല. യൂഷ്വലി സെക്കൻഡ് സാറ്റർഡേയ്സ്, സൺഡേയ്സ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ് ഹോളിഡേയ്സിലൊക്കെ ലീവ് കിട്ടുള്ളൂ. അപ്പോൾ ഒന്നിച്ച് 2-3 ദിവസമൊക്കെ ലീവ് കിട്ടുന്നത് ഭയങ്കര റെയറാണ്. പക്ഷേ ഇന്ന് ഈദ്, പിന്നെ ഇന്നലെ വെള്ളിയാഴ്ച CM ലീവ് തന്നു, പിന്നെ നാളെ ഞായറാഴ്ച, അങ്ങനെ 3 ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് ലീവ് കിട്ടി. സോ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. സാധാരണ വീട്ടിൽ വരുന്ന സമയത്ത് കുറേ ഫുഡ് കഴിക്കും, കുറേ ഫോണിലിങ്ങനെ സ്ക്രോൾ ചെയ്യും, പിന്നെ കുറേ ഉറങ്ങും, പിന്നെ പിറ്റേന്ന് രാവിലെ എണീച്ചിട്ട് കോളേജിലേക്ക് പോകും. ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഇതിപ്പോൾ 3 ദിവസം കിട്ടിയതുകൊണ്ട് കൈൻഡ് ഓഫ് റിലാക്സ്ഡ് ആണ്. സോ ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് തിങ്സ് ഒക്കെ ചെയ്യാം ആൻഡ് അതൊരു വ്ളോഗ് ആക്കാമെന്ന് കരുതി. ആൻഡ് വെൽക്കം എവ്രി വൺ ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. എനിക്കിപ്പോൾ കറൻ്റ്ലി പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള പോസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാനിങ്ങനെ കാര്യമായിട്ട് പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം മാരോയിൽ ഞാൻ 2 ക്ലാസ്സസ് കണ്ടു. കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ടോട്ടൽ 4 ക്ലാസ്സാണ് ഉള്ളത്. അപ്പോൾ 2 ക്ലാസ് കൂടെ കണ്ടാൽ എനിക്ക് ആ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇതാ 2 ക്ലാസ് കണ്ടു, പിന്നെ അതിൻ്റെ നോട്ട്സ് ഒക്കെ വായിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോസ് അധികവും കാണുന്നത് നീറ്റ് ആസ്പിറൻസ് ആയിരിക്കും. എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് MBBSൽ ഒരു സീറ്റ് കിട്ടിയാൽ മതി, പിന്നെ ലൈഫ് സെറ്റ് ആയിക്കോളുന്നായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അതായത് ഞാൻ നീറ്റിന് പഠിക്കുന്ന സമയത്ത് MBBSന് കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നീറ്റ് കിട്ടിയാൽ മതി എന്നായിരുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ MBBSന് കയറി തുടങ്ങുമ്പോഴാണ്, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ലൈഫിലുള്ള വലിയൊരു ചാപ്റ്റർ തുടങ്ങുന്നത്. കാരണം MBBS എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കോഴ്സല്ല, ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഭയങ്കര നന്നായിട്ട് ഉഴപ്പി. അതൊരു നല്ല കാര്യമായിട്ടല്ല പറയുന്നത്, എനിക്കറിയാം ഞാൻ ചെയ്തൊരു മണ്ടത്തരാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നീറ്റ് ക്രാക്ക് ചെയ്തു, ഇനി കുറച്ച് എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ചിൽ ലൈഫ് അങ്ങനെയൊക്കെ വിചാരിച്ച് എനിക്ക് ഞാൻ പഠിക്കണമെന്ന് വിചാരിച്ച പോലെ എനിക്ക് പറ്റാണ്ടിരുന്നൊരു ഫേസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ. പക്ഷേ 3rd ഇയർ കയറിയ സമയത്ത് എനിക്ക് കുറച്ച് റിയലൈസേഷൻസ് വന്നു. ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ ഉഴപ്പിയാൽ ശരിയാവില്ല, കുറച്ചെങ്കിലും ഒരു വിവരമുള്ള ഡോക്ടർ ആവണം എന്നുള്ള രീതിക്ക് ഞാൻ കുറച്ചുകൂടെ സ്റ്റഡീസിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത് 3rd ഇയർ കയറിയപ്പോഴാണ്. ഞാൻ മാരോ സബ്സ്ക്രിപ്ഷൻ എടുത്തു. മാരോ പറഞ്ഞാൽ നമ്മൾ ഇപ്പം നീറ്റ് UGക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്സ് ഇല്ലേ, അതുപോലെ നീറ്റ് PG എൻട്രൻസ് കോച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് മാരോ എന്ന് പറയുന്നത്. ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടുള്ള മണിക്കാണ് മാരോ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു പൈസ വേസ്റ്റ് ആയി പോരുത് എന്നുള്ള രീതിക്കെങ്കിലും നമ്മൾ മടിയാണെങ്കിൽ പോലും കുറച്ച് ക്ലാസ്സസ് ഒക്കെ കാണാൻ നോക്കും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നീറ്റ് കിട്ടി ഒരു മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു എന്ന് വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല. അവിടുന്ന് ലൈഫിൽ വലിയൊരു ചാപ്റ്റർ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും MBBSന് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി എയിം എന്ന് പറയുന്നത് സ്റ്റഡീസ് തന്നെയായിരിക്കണം. ഞാൻ കുറച്ച് നേരം പഠിച്ച് കുറേ നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ ഒരു നോവൽ വായിക്കാമെന്ന് വിചാരിച്ചു. സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്നൊരു നോവലാണ്. ഓൾറെഡി ഒരു 200+ പേജസ് വായിച്ചു. ഇനി ബാക്കി കുറച്ച് പേജസ് ഇവിടെ വായിക്കാനുണ്ട്. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ വരയ്ക്കുമായിരുന്നു. പക്ഷേ MBBSന് കയറിയ സമയത്ത് ഒന്നാമത്തെ കാര്യം ടൈം ഭയങ്കര കുറവാണ്, പിന്നെ മടി പിടിച്ചിട്ട് വരയ്ക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ്. ഈവൻ വരച്ചാൽ തന്നെ അത് ഇതുപോലെ പകുതിയാക്കിയിട്ടൊക്കെ നിർത്തും. അപ്പോൾ ഞാൻ പണ്ടൊരു 3-4 മാസം മുന്നേ വരച്ച് വെച്ച് പകുതിയാക്കി വെച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. ഞാൻ ആശിച്ച് വാങ്ങിയ ബ്രഷ് സ്ട്രോയുടെ ഒരു പെൻസിൽ കളർ സെറ്റ് ഉണ്ട്, സ്കിൻ ടോൺ കളേഴ്സ് മാത്രമുള്ള ഒരു സെറ്റ്. അതുകൊണ്ട് തന്നെ മുഖവും കഴുത്തും പിന്നെ ഹെയറൊക്കെ ചെയ്തപ്പം പിന്നെ അതിലൊരു ഫ്ലവറൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു. അതൊന്നും വരയ്ക്കാൻ പെൻസിൽ കളർ ഉണ്ടായിരുന്നില്ല. സോ ബാക്കി ഞാൻ വാട്ടർ കളർ വെച്ച് വരച്ചു. Can you see the mess I created with this drawing?
ഇനി ഇതൊക്കെ ക്ലീൻ ആക്കണം. ചിത്രമൊക്കെ വരച്ചപ്പോൾ ഐ എം സോ ഹാപ്പി നൗ ആൻഡ് ഐ എം ഗോയിങ് ടു വൈൻഡ് ദിസ് വ്ളോഗ് ഹിയർ. Thank you so much for watching, and please do comment, share, like and subscribe to my channel. Thank you so much. And all the best to you all.